ലഹരി പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെട്ട ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്തു തുടങ്ങിയിട്ട് 2 മണിക്കൂർ പിന്നിടുന്നു. ഓടി രക്ഷപ്പെട്ടത് പോലീസാണെന്ന് അറിയാതെയാണ് ഷൈൻ ടോം ചാക്കോ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. ഇപ്പോൾ അവിടെ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നത് ഷൈൻ ടോം ചാക്കോയെ ലഹരി പരിശോധനയ്ക്ക് വിധേയനാക്കും എന്നുള്ളതാണ്. രാസലഹരി താൻ ഉപയോഗിക്കാറില്ല, നിരോധിത ലഹരിയും ഉപയോഗിക്കാറില്ല എന്നാണ് ഷൈൻ ടോം ചാക്കോ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, ഏറെ നിർണായകമായ വിവരം തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഷൈൻ ടോം ചാക്കോ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് ഇനി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടത് എന്നുള്ളത്. അതിലാണ് നിർണായക പരിശോധനയിലേക്ക് നീങ്ങുന്നത്. എന്താണ് പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത്? ഷൈൻ ടോമിന്റെ മറുപടി ഏതു രീതിയിലാണ്? അല്ല, പരിശോധനയിലേക്ക് ഇത് നീങ്ങുന്നില്ല. പകരം പോലീസ് നൽകിയിട്ടുള്ള മറുപടിയാണ്, ഷൈൻ്റെ മറുപടിക്ക് പോലീസ് നൽകിയിട്ടുള്ള മറുപടിയാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതായത് ഷൈൻ ടോം ചാക്കോ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത് താൻ ലഹരി ഉപയോഗിക്കാറില്ല, രാസലഹരിയോ നിരോധിത ലഹരിയോ ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല എന്നുള്ളൊരു മറുപടി പോലീസിനോട് ഷൈൻ പറഞ്ഞിരുന്നു. അപ്പോൾ പോലീസുകാർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഷൈൻ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാകാൻ തയ്യാറാണോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഷൈൻ പറഞ്ഞത്, വേണമെങ്കിൽ നിങ്ങൾ വൈദ്യപരിശോധന നടത്തിക്കോളൂ, എന്നാൽ നമുക്ക് വൈദ്യപരിശോധന നടത്താം എന്ന് പോലീസ് പറയുകയായിരുന്നു. എന്തായാലും ഇനി പോലീസ് വൈദ്യപരിശോധനയിലേക്ക് പോകുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഷൈൻ പോലീസിൻ്റെ വെല്ലുവിളി, അല്ലെങ്കിൽ പോലീസ് പറഞ്ഞ കാര്യം ഷൈൻ ഏറ്റെടുക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ പോലീസ് ഷൈൻ പറഞ്ഞൊരു കാര്യം അവസരോചിതമായി ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. താൻ ലഹരി ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു മറുപടി പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ് ഈ ചോദ്യത്തിലേക്ക് എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെയാണ് ഷൈനെ പരിശോധനയ്ക്ക് വിധേയമാക്കാം എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞതെങ്കിൽ നിങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് ഷൈൻ പറഞ്ഞു. എന്നാൽ നമുക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കാമെന്ന് ഉദ്യോഗസ്ഥരും പറയുകയായിരുന്നു. അതെ സഹിൻ, അതായത് ഷൈൻ ടോം ചാക്കോയോട് പോലീസ് രാസലഹരി ഉപയോഗിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറയുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കാം എന്ന് പറയുമ്പോൾ, എങ്കിൽ അങ്ങനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയം ആക്കാം എന്ന് പോലീസ് പറയുമ്പോൾ അത്തരം ഒരു നടപടിയിലേക്ക് പോലീസ് നീങ്ങും എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതോ അത് ഒരു ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ട് അവർ തമ്മിലുള്ള ഒരു സംഭാഷണത്തിനിടയിൽ വന്ന ഒരു കാര്യം എന്നുള്ളതാണോ സഹിൻ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ സംഭാഷണത്തിൻ്റെ ഇടയിൽ വന്ന കാര്യമായിട്ട് ഇതിന് പറയാൻ കഴിയില്ല. കാരണം ഈ ചോദ്യം ചെയ്യൽ മുഴുവൻ എഴുതിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, അത് മൊഴിയായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ പറയാൻ കഴിയില്ല. വേണമെങ്കിൽ പോലീസിന് അവസരം പ്രയോജനപ്പെടുത്താൻ പറ്റും. കാരണം ഇയാളുടെ മൊഴിയുണ്ട്, ആ മൊഴി ഇയാൾ പറയുന്നത് ഇങ്ങനെയാണ് എന്ന് പോലീസ് ഇപ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും. വേണമെങ്കിൽ പോലീസ് അത് രാസപരിശോധനയ്ക്ക് വിധേയമാക്കാം. അയാളുടെ കൺസെൻറ്റ് കിട്ടിയിരിക്കുകയാണല്ലോ, അപ്പോൾ അയാളുടെ സമ്മതം കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ പോലീസിനത് പ്രയോജനപ്പെടുത്താം. അങ്ങനെ പ്രയോജനപ്പെടുത്തിയാൽ അത് ഭാവിയിലേക്കുള്ള അന്വേഷണം. ഷൈൻ ടോം ചാക്കോ ഇത് ഉപയോഗിക്കുമോ ഇല്ലയോ എന്നതിനൊന്നും നമ്മളുടെ പക്കൽ ഇപ്പോൾ തെളിവില്ല. അയാൾ അത് ഉപയോഗിക്കുമെങ്കിൽ അയാൾക്കത് വലിയ ബാധ്യതയായി മാറും. ഇല്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ 31 ദിവസം മുതൽ 40 ദിവസം വരെ ഇതിൻ്റെ അംശം മുടിയിലും നഖത്തിലും അവശേഷിക്കാൻ സാധ്യതയുണ്ട്. ബ്ലഡിലൂടെ 3-4 ദിവസം കഴിയുമ്പോൾ പോവും, യൂറിനിലൂടെയും ഇത് ഒരു ദിവസത്തിനുള്ളിൽ പോവും. പക്ഷേ മുടിയിലും നഖത്തിലും ഇതിൻ്റെ അംശം അവശേഷിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ അങ്ങനെ പരിശോധനയ്ക്ക് പോലീസ് വിധേയമാക്കാൻ തീരുമാനിച്ചാൽ അത് ഷൈനിന് വലിയ കുഴപ്പമുണ്ടാവും. ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ മാത്രം. ഉപയോഗിക്കുന്നില്ലെങ്കിൽ അയാളെ ഇത് ബാധിക്കുന്നേയില്ല. കാരണം അയാൾക്ക് അത് വെല്ലുവിളി നേരിടാമല്ലോ. ചിലപ്പോൾ ഒരുപക്ഷെ അയാൾ അത് ഉപയോഗിക്കുന്നില്ലായിരിക്കും, അതായിരിക്കും അയാൾ ആ വെല്ലുവിളി നേരിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പോലീസിനോട് തന്നെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. പോലീസ് ആ പരിശോധന എങ്കിൽ നമുക്ക് പരിശോധന ആകാം എന്ന് പോലീസും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് മൊഴിയായിട്ടാണ് ഇത് ഇപ്പോൾ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം പോകുന്നത്. അത് മൊഴിയായി തന്നെ പോവുകയും ചെയ്യും. ഇത് വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യും. അത് മൊഴിയായി തന്നെ പോവുകയും ചെയ്യും. അതുകൊണ്ട് ഷൈൻ്റെ വാക്കുകൾ നിർണായകമാണ് ഈ ഘട്ടത്തിൽ. ഏറെ നിർണായകമായ വാക്കുകളാണ് ഷൈൻ്റെ ഭാഗത്തു നിന്നും വരുന്നത്. ലഹരി പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെട്ട ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ട് 2.5 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഓടി രക്ഷപ്പെട്ടത് പോലീസാണെന്ന് അറിയാതെയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിൽ പറയുന്നുണ്ട്. എത്തിയ ഡാൻസ് ഓഫ് സംഘത്തിനെ കണ്ടപ്പോൾ ഗുണ്ടകളുടെ ലുക്കായിരുന്നു, ഭയന്നാണ് ഓടിയത് എന്ന് പറയുന്നു. ആക്രമിക്കാൻ വന്ന ഗുണ്ടകളാണ് എന്ന് കരുതിയാണ് ഓടിയതാണ് എന്നാണ് ഷൈൻ പറയുന്നത്. അതേസമയം സ്ഥിരം ഇടപാട് നടത്തുന്ന ഫോണല്ല ഷൈൻ ഹാജരാക്കിയത് എന്നുള്ളൊരു സംശയവും പോലീസിന് ഉണ്ടായിരുന്നു. 3 ഫോണുകളാണ് ഷൈൻ ഉപയോഗിക്കുന്നത്. അതിലൊരു ഫോൺ മാത്രമാണ് ഷൈൻ ഹാജരാക്കിയത്. മറ്റു 2 ഫോണുകൾ തൻ്റെ മാതാപിതാക്കളാണ് ഉപയോഗിക്കുന്നത് എന്ന് ഷൈൻ പറഞ്ഞു. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയത് ഉൾപ്പെടെ 32 ചോദ്യങ്ങൾക്കാണ് ഷൈൻ മറുപടി പറയുന്നത്. അതിലാണിപ്പോൾ രാസലഹരി ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഉപയോഗിക്കാറില്ല എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ അത് തെളിയിക്കാനായി പരിശോധനയ്ക്കും താൻ തയ്യാറാണ് എന്ന് പറയുന്നു. നിരോധിത ലഹരിയും
ഉപയോഗിക്കില്ല. ലഹരി കച്ചവടക്കാരുമായി തനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നും ഷൈൻ ഉറപ്പിച്ച് പറയുകയാണ്. അത് പോലീസിന് മുന്നിൽ ഒരു വെല്ലുവിളി പോലെ തന്നെ ഷൈൻ പറയുകയാണ്. വേണമെങ്കിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കാം. എന്നാൽ പോലീസും പറയുന്നുണ്ട് വേണമെങ്കിൽ അത്തരം പരിശോധനയിലേക്ക് പോകാം, വിധേയമാക്കാം എന്ന് പറയുന്നുണ്ട്. കൃത്യമായ മൊഴി തന്നെയാണ് ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിൽ പറയുന്നത്. 32 ചോദ്യങ്ങൾ അതിൽ ഉള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഒരു നടപടി എടുക്കണമെങ്കിൽ ഷൈൻ ടോം ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന് കണ്ടെത്തണം. അത് തെളിയിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. എന്നാൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി അല്ലെങ്കിൽ നടപടിയിലേക്ക് നീങ്ങാനായിട്ട് പോലീസിന് സാധിക്കുകയുള്ളൂ. ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ 2.5 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. വളരെയധികം സഹകരിക്കുന്നുണ്ട് ഈ ഒരു ചോദ്യം ചെയ്യലിൽ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നും വരുന്ന വിവരങ്ങളിൽ നിന്നും അത് തന്നെയല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സഹിൻ? ഏറെ നിർണായകമായ വിവരം തന്നെയാണ് 2.5 മണിക്കൂർ പിന്നിടുമ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ ചോദ്യം ചെയ്യലിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സഹിൻ, എന്തായാലും ഇപ്പോൾ 2.5 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഈ ഒരു ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ട്. ഷൈൻ ടോം പല ചോദ്യങ്ങൾക്കും പറഞ്ഞിരിക്കുന്ന ഉത്തരങ്ങൾ, അതിൻ്റെ നിർണായക വിവരങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇനി ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി എടുക്കണമെങ്കിൽ അത് ലഹരി ഉപയോഗിച്ചു എന്നുള്ള ഉറപ്പ് വരുത്തിയാൽ മാത്രമേ ഉള്ളൂ. ഏത് രീതിയിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്? അവിടെ നിന്നും പുറത്തേക്ക് വരുന്ന നിർണായക വിവരങ്ങളെ നമുക്ക് ഏത് രീതിയിൽ നോക്കിക്കാണാം? സംഘത്തിന് ചില സംശയങ്ങൾ നിലനിന്നിരുന്നു. ഈ സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഷൈനെ വിളിച്ചു വരുത്തുകയും ഷൈനെ ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷൈൻ്റെ ഇനി വൈദ്യപരിശോധനയിലേക്ക് അന്വേഷണ സംഘം കടക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം കൃത്യമായ പരിശോധനകൾ നടത്തിയിരുന്നു. ഷൈൻ ടോം ചാക്കോ ചാടിപ്പോയത് എന്തിനാണ് എന്നുള്ളത് പോലീസ് പരിശോധിച്ചിരുന്നു. ആ പരിശോധനയ്ക്കൊടുവിൽ ചില ചോദ്യം ചെയ്യലുകൾ കൊടുവിൽ ഇപ്പോൾ ഷൈൻ പറഞ്ഞിരിക്കുന്നു തന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കാം. പോലീസ് ഇനി വൈദ്യപരിശോധനയ്ക്ക് ഷൈനെ വിധേയമാക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ വലിയ വാർത്തകൾക്കുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ഏറെ നിർണായകമായ വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് താൻ രാസലഹരി ഉപയോഗിക്കാറില്ല എന്ന് പറയുന്നതും നിരോധിത ലഹരിയും ഉപയോഗിക്കില്ല, ലഹരി കച്ചവടക്കാരുമായി ബന്ധമില്ല എന്നുള്ളത് ഷൈൻ പോലീസിനോട് പറയുന്നു എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ തന്നെയാണ് പോലീസിന് വ്യക്തത വരുത്തേണ്ടതുമുള്ളത്. അത് തെളിയിച്ചാൽ മാത്രമേ ഷൈൻ ടോമിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്ക് സാധ്യതയുള്ളൂ. ഇതിനു മുൻപ് ഷൈൻ പറഞ്ഞ നിർണായക കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെന്നാൽ, ഒന്ന്, പോലീസാണെന്ന് കരുതിയല്ല ഓടിയത്, ഹോട്ടലിൽ നിന്നും ഓടിപ്പോയത് അല്ലെങ്കിൽ ചാടിപ്പോയത് ഡാൻസ് ഓഫ് സംഘമാണെന്ന് മനസ്സിലായില്ല, ഗുണ്ടകളാണ് എന്ന് വിചാരിച്ചു എന്ന് പറയുന്നു. അതിന് പിന്നാലെ തന്നെ തനിക്ക് സിനിമയിൽ ഒരുപാട് ശത്രുക്കളുണ്ട്, അവരെ ഭയമാണ് എന്നും തൻ്റെ വളർച്ച ആഗ്രഹിക്കാത്തവരാണ് അവരെന്നും വളർച്ചയ്ക്കെതിരെ നിൽക്കുന്നവരാണ് അവരെ ഭയമാണ് എന്ന് ഷൈൻ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, 3 ഫോണുകളാണ് ഷൈൻ ഉപയോഗിക്കുന്നത്. അതിലൊരു ഫോൺ മാത്രമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കിയിരിക്കുന്നത്. മറ്റ് 2 ഫോണുകൾ എവിടെ എന്ന് ചോദിച്ചപ്പോൾ അത് തൻ്റെ മാതാപിതാക്കളാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഷൈൻ പറയുന്നത്. ഏറ്റവും അവസാനം ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, താൻ രാസലഹരി ഉപയോഗിക്കില്ല എന്ന് ഷൈൻ പോലീസിന് മുന്നിൽ പറയുന്നു. അതിന് വെല്ലുവിളിയായി പറയുന്നത് തന്നെ വേണമെങ്കിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കാം, മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കാം എന്ന് പറയുന്നു. എന്നാൽ പോലീസ് പറയുന്നുണ്ട് എന്നാൽ അത്തരത്തിൽ മെഡിക്കൽ പരിശോധനയിലേക്ക് പോകാം, വേണമെങ്കിൽ പരിശോധന നടത്താം എന്നും പറയുന്നുണ്ട്. 32 ചോദ്യങ്ങളാണ് ഷൈന് മുന്നിൽ അന്വേഷണ സംഘം എഴുതി തയ്യാറാക്കിയ 32 ചോദ്യങ്ങളാണ് ഷൈന് മുന്നിലേക്ക് വെക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഇപ്പോൾ കഴിഞ്ഞ 2-2.5 മണിക്കൂറായി ഷൈൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.